മാമൻ സീന്. അന്ന് വന്നപ്പോഴും നല്ല തണുപ്പുണ്ടായിരുന്നു, ഇന്ന് വന്നപ്പോഴും അതേ തണുപ്പുണ്ട്. നാരങ്ങയാണ് ഇവിടെ ഓഫ് റോഡാട്ടോ. മൊത്തത്തിൽ ഓഫ് റോഡ് മയമാണ് ഇവിടെ. ജാതിത്തോട്ടം വന്ന ജാതിയല്ലേ, നല്ല അടിപൊളി ഓഫ് റോഡാട്ടോ. അറ്റ് ദി സെയിം ടൈം ഇത്രയും വെട്ടമുള്ളെടുത്ത് ഇവിടെ നിന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ ഇരുട്ട് കണ്ടോ. ഈ വന്നപ്പം ഇതിലിരുട്ടായിരുന്നു. ഇന്ന് കുറച്ച് വെയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ തളം തറേ അയ്യോ നീ പറയുന്ന പോലെ അല്ല കണ്ടോ. ഇന്ന് കയറി പോണം. അയ്യോ ഞാൻ അന്ന് എവിടെ ആയിരുന്നു കയറിയത്? ഇതുകൊണ്ട് അവിടെ ആ ഒരു കണ്ടോ, അവിടം വരെ കയറിയുള്ളൂ. പകുതി വരെ ഞാൻ കയറിയുള്ളൂ. ഇന്നിനി എന്തായാലും ഞാൻ ബാക്കി ഇവിടെ കയറിയിട്ടേ ഇറങ്ങത്തുള്ളൂ. കാരണം ആ വ്യൂ പോയിന്റ് മൊത്തത്തിൽ കണ്ടിട്ടേ ഇറങ്ങത്തുള്ളൂ. എന്ത് ചത്ത കിടക്കുന്നോ? കയറുന്നില്ലേ? വെള്ളമില്ല, ഞാൻ എടുത്തില്ല. അല്ലല്ല, ഞാൻ നോട്ടെ കഴിഞ്ഞിട്ടൊന്നും നോട്ടല്ല. അതിൽ പകുതി വരെ കയറിയതാ. പകുതി വരെ കയറിയപ്പോൾ തോപ്പിൽ ഞാൻ കയറിയില്ലെന്ന്. അന്ന് ഭയങ്കര മഴയും കാറ്റുമൊക്കെ ആയിരുന്നു. ആ ഒത്തിരി ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞിട്ട് കയറിയാൻ വരും. എൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് തന്നെ എടുത്തിട്ട് കയറി ഇവിടം വരെ വന്നിട്ട് കയറാതിരിക്കുന്നു. പെരുക്കെ കയറിയാ മതി. ഇന്ന് ഇത്രയെങ്കിലും കയറാൻ പറ്റില്ല, അന്ന് അത്രയും കയറാൻ പറ്റത്തില്ലായിരുന്നു. കാറ്റടിച്ചോണ്ട് പോകുമായിരുന്നു. റീലിനകത്തൊക്കെ കാണുന്ന പോലെ വീഡിയോ എടുത്ത് ഇടാനൊക്കെ, കാണാനും എടുത്തിടാനും ഒക്കെ നല്ല രസമായിരിക്കും. അങ്ങനെ എത്തിപ്പറ്റാനാ പാട്. അങ്ങനെ കയറുന്നതായിരിക്കും ഏറ്റവും സേഫ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് വ്യൂ പോയിന്റിലായിട്ട് എത്താറായി. കമന്ന് കിടക്കണം, അല്ലാതെ ചെയ്യില്ല. എങ്ങനെ കാലിലെ ഇവിടെ മേലോട്ട് അങ്ങനെ നോക്കും. ആണ്ട് എൻ്റെ ഈ പിറകെ കാണുന്ന ഒരു പാറയുണ്ടല്ലോ, അതൊരു വ്യൂ പോയിന്റ് ആണ്. പിന്നെ ഏറ്റവും മേളിൽ ടോപ്പിലുണ്ട്, അതാണ് നമ്മൾ കയറി വരുന്ന ആ വഴിയിലെ ആ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഓക്കെ, കയറി പോയിട്ടില്ലെങ്കിൽ പണി പാടും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് താഴെ പോയിട്ട് അവർ അതിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനൊക്കില്ല കേട്ടോ. അവരെ കിടന്ന് വിളിക്കുവോ ചെല്ലേ. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് വേസ്റ്റ് ആയിട്ടില്ല. ഇറങ്ങാനൊന്നും പറ്റില്ലട്ടോ, രക്ഷയില്ലാത്ത കാറ്റ്. പിന്നെ താഴോട്ട് ഇറങ്ങാനേ പാട്. നമ്മളത് തിരിച്ചിറങ്ങാൻ പോവാ.
അടുത്ത വീഡിയോ താമസിക്കാതെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് അടിക്കണം, മറക്കരുത്.